വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് നമുക്ക് +1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ആനുവൽ, മോഡൽ, അതിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും, കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1. Angles of a triangle. In the ratio 4:2:3. Find the angles in, express the angles in one degree measure, 2 radian measure. ആദ്യം ഡിഗ്രി മെഷറിൻ്റെ ആൻസർ എഴുതിയിട്ട് റേഡിയനിലോട്ട് വരും. 4:2:3. സം ഓഫ് ഓൾ ആംഗിൾസ് എന്താ? 180 ഡിഗ്രി. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ആംഗിൾസ് ആർ 4 + 2 + 3 into 180 degree, 2/9 into 180 degree, 3/9 into 180 degree. 9, 20, 20 into 4, 20 into 2, 20 into 3. ഇനി ഇതിൻ്റെ എല്ലാം റേഡിയൻ മെഷർ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ റേഡിയൻ മെഷേഴ്സ്. നമുക്കറിയാം റേഡിയൻ മെഷറിലോട്ടാക്കണ എന്ത് ചെയ്യണം? ഇൻറ്റു π/180, 80 ഇൻറ്റു π/180, 40 ഇൻറ്റു 60 ഇൻറ്റു π/180. 1 0 ക്യാൻസൽ. 4π/9 റേഡിയൻ. 1 0 ക്യാൻസൽ. 2/9 π റേഡിയൻ. π/3 റേഡിയൻ. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2π കിട്ടും. ഇത് 3 × 3 9, 3π + 2π 5π, 5π + 4π 9π, 9π/9 π, 2π അല്ല സോറി π. π എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. π റേഡിയൻ 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. cos of x + y = ഡാഷ്. 1 മാർക്കാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? ഫോർമുല എഴുതുക. cos x + y ഫോർമുല എന്താ? ഇതിൽ തന്നെ 2 പാർട്ട്. cos x cos y മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്, sin x sin y. അപ്പോൾ കോസ് ഇവിടെ വരുമ്പം ആദ്യത്തെ രണ്ടും കോസ്, പിന്നെ സൈൻ. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഫൈൻ cos 75 ഡിഗ്രി. നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഇങ്ങനെ 2 പാർട്ടുണ്ടെങ്കിൽ cos 75 നമുക്ക് എങ്ങനെ എഴുതാം? 45 + 30. നിങ്ങൾക്ക് അറിയാവുന്ന 2 വാല്യൂസിൻ്റെ സമ്മായിട്ട് എഴുതാം. അറിയാവുന്ന cos 45, cos 30, cos 60 അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസാണ്. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എഴുതുക. ഈ ഫോമായല്ലോ. cos x cos y cos 45 cos 30 മൈനസ് sin 45 sin 30. 1/√2 same denominator, √3 - 1/2.
2019 പൈ മൈനസ് 6. ഓരോ 2 പൈ റേഡിയൻ കഴിയുമ്പോഴും വീണ്ടും ഇവിടെ വരും, ഫസ്റ്റ് ക്വാഡ്രൻ്റ് വരും അല്ലേ, എഗെയിൻ ദി ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഇപ്പോൾ 2 പൈയുടെ മൾട്ടിപ്പിൾ 2018 പൈ പ്ലസ് പൈ, ഇത് രണ്ടും ആഡ് ചെയ്ത് ഇത് കിട്ടും അല്ലേ. നമുക്ക് 2 പൈയുടെ മൾട്ടിപ്പിൾ നമുക്കങ്ങ് മാറ്റാം. ദാറ്റ് ഈസ് ടാൻ പൈ മൈനസ് 6. ഇവിടെ പൈ അല്ലെങ്കിൽ 2 പൈ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലുള്ള ടേം ആദ്യം എഴുതുക. പിന്നെ ക്വാഡ്രൻ്റ് നോക്കണം. പൈ മൈനസ് 6 ഏത് ക്വാഡ്രൻ്റ് വരും? സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഈ സെക്കൻഡ് ക്വാഡ്രൻ്റ് ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം നെഗറ്റീവാണ്, അതുകൊണ്ട് നെഗറ്റീവ്. സെക്കൻഡിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് വരുന്നത്? സൈനും കൊസീക്കും. If S and S dash be the foci and P be any point on the ellipse, x square by 25 plus y square by 16 is equal to 1. Then PS plus PS dash, നമുക്ക് എലിപ്സിലെ ഒരു പോയിൻ്റാണ് പി. എസും എസ് ഡാഷും എന്താ? ഫോക്കൈ. അങ്ങനെ വരുമ്പോൾ പി എസ് പ്ലസ് പി എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആൻസർ 2A എന്നാണ്. ഇത് 1 മാർക്കാണ് കേട്ടോ. ഇവിടെ എ എന്താ? 5. ആൻസർ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് എസ് ആൻഡ് എസ് ഡാഷ് ഫോക്കൈ. പ്ലസ് ഓർ മൈനസ് C0, ഇത് ഫസ്റ്റ് ഫോമാണ് അല്ലേ. അപ്പോൾ ഫോക്കൈ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് C0. C എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ, ദാറ്റ് ഈസ് 3. S is equal to 30, S dash is equal to minus 30. Length of latus rectum. B square by A. The B squared എന്താ? 16. A 5. X raised to n minus 2 raised to n. Find n. നമുക്കറിയാവുന്ന ഫോർമുല എന്താ? ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a. ഫോർമുല നിങ്ങൾ ഓർത്തിരുന്നതാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? 2. This is equal to n into 2 raised to n minus 1. 80 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 16 into 5. 5 into 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 4. ഇവിടെ n 5. n minus 1, 5 minus 1, 4, 2, 2. Therefore n is equal to 5. NPR 720, NCR
120. Find R. ഇങ്ങനൊരു ഫോർമുലയുണ്ട്. NCR ഇൻറ്റു R ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു NPR. ഇവിടെ NCR എന്ന് പറഞ്ഞാൽ എന്താ? 120 R ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 720. R factorial is equal to 720 divided by 120. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2 into 1. ഡോട്ട് ഇൻറ്റു ആണ്. 3 into 2 into 1. 3 into 2 into 1 എന്താ? 3 factorial. Therefore R is equal to 3. Find the slope. Passes through. രണ്ട് പാർട്ടുണ്ട്. Passes through 2, 5 and minus 3, 6. നമുക്കറിയാം സ്ലോപ്പിൻ്റെ രണ്ട് പോയിൻ്റ് എന്ന സ്ലോപ്പിൻ്റെ ഫോർമുല എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് 6. 6 മൈനസ് 5 മൈനസ് 1 ബൈ 5. സെക്കൻഡ് പാർട്ട്. Find the equation of passes through minus 3, 5 and perpendicular to above line. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു ആ ലൈൻ. സിമ്പിൾ അറിയാൻ perpendicular. If two lines are perpendicular, m1 m2 is equal to -1. നമുക്ക് ഫസ്റ്റ് കിട്ടിയ സ്ലോപ്പ് എന്താ? -1/5. സോ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ. മറ്റേ നമുക്ക് ആദ്യം കിട്ടിയ സ്ലോപ്പ് -1/5. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈനും റെസിപ്രോക്കലും ആയിരിക്കണം. എങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടത്തുള്ളൂ. ലൈൻ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, സ്ലോപ്പുണ്ട്. പോയിൻ്റ്, സ്ലോപ്പ്, ഫോം. ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ y മൈനസ് y1 m ഇൻറ്റു x മൈനസ് x1 y മൈനസ് 5 സ്ലോപ്പ് x മൈനസ് -3 5x പ്ലസ് 15. ഇതിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. 5x മൈനസ് y പ്ലസ് 20. If f is a signal function,
എഫ് ഓഫ് 100 സിഗ്നൽ ഫംഗ്ഷൻ ഗ്രാഫ് സീറോ +1 -1 എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് എക്സ് എന്താണ് 1. വെൻ എക്സ് ലെസ് ദാൻ 0 എഫ് ഓഫ് എക്സ് ഈസ് -1. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് 100 എന്ന് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് നമ്പർ. സോ ആൻസർ ഈസ് 1. ഇവിടെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് എഫ് ഓഫ് -2 ഇങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിലോ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നു -1. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ചോദിച്ചാൽ നെഗറ്റീവ്. ഇനി സിഗ്നൽ ഫംഗ്ഷനെ വെച്ചിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റേഞ്ച് ഓഫ് ദി സിഗ്നൽ ഫംഗ്ഷൻ. റേഞ്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിലോ റേഞ്ച് ഓഫ് സിഗ്നൽ ഫംഗ്ഷൻ ചോദിച്ചിരുന്നെങ്കിൽ -1 0 1 only 3 elements. Let f is equal to 1 1 2 3 0 -1 -1 -3 be a function from Z to Z. Z എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ക്യാപിറ്റൽ N സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. Z to Z. f of x is equal to ax plus b. Find a and b. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. 1 1 എക്സ് നമുക്ക് 1 കൊടുക്കാം. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 അല്ലേ? വൈ കോർഡിനേറ്റ് 1. എഫ് എക്സിന് 1 കൊടുക്കുക. എ ഇൻറ്റു ദിസ് 1 പ്ലസ് ബി. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് 0 ഉള്ള നമ്പർ കൊടുക്കാം. എളുപ്പം കിട്ടും. എക്സിന് 0 കൊടുക്കുക, വൈക്ക് -1. -1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0. നമുക്കതിൽ നിന്ന് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ബി കിട്ടിയല്ലോ. ഇനി ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a -1 a is equal to 2. So f of x is equal to find a and b. ഇനി റൈറ്റ് ദ ഫംഗ്ഷൻ എന്നുണ്ടായിരുന്നെങ്കിൽ 2x - 1. Prove that sin squared 8x minus sin squared 4x is equal to sin 12x sin 4x. Sin square a 1 minus cos 2a divided by 2. ഇപ്പോൾ പ്ലസ് ടുവിന് ആവശ്യമായിട്ട് വരും. കോസ് സ്ക്വയർഡ് ആണെങ്കിൽ 1 + cos 2a by 2. ഈ രണ്ട് ഫോർമുല നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. ഇത് വെച്ച് ചെയ്താൽ നമുക്ക് എളുപ്പമുണ്ട്. നമുക്കിപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഇത് മതി. അതും കൂടെ അറിഞ്ഞിട്ടുണ്ട്. LHS എങ്ങനെ വരും? സൈൻ സ്ക്വയർ 8x നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 8ൻ്റെ മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക.
Sin square 4x 1 minus cos 8x by 2. 1 by 2 1 by 2 cancel. Minus into minus ഇവിടെ പ്ലസ് ആകും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 by 2 കോമൺ എടുക്കാം. കോസ് 8x മൈനസ് ഇതേത് ഫോമായി? കോസ് എക്സ് മൈനസ് കോസ് വൈ. minus 2 sin x plus y by 2 sin x minus y by 2. 8 plus 16 20. Sorry, 24. Sin 8 minus 16. Sin minus theta എന്താ? മൈനസ് സൈൻ തീറ്റ. ഈ വെളിയിൽ വരും. മൈനസിൻ്റെ മൈനസ് പ്ലസ്. LHS എന്ന് എഴുതിയതാണ് RHS എന്ന് എഴുതും. റൈറ്റ് ഹാൻഡ് സൈഡ്. Find the number of terms in the expansion. 1 mark question. X square minus 2x plus 1 the whole raised to 20. A plus B the whole raised to n. ഇങ്ങനെ ഒരു എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ് എന്താണ്? n+1 ടേംസ് ഉണ്ട്. ഇതിൽ n+1 ടേംസ് ഉണ്ട്. പക്ഷെ ഇവിടെ 3 ടേംസ് ആണ് അല്ലേ? നമുക്ക് 2 ടേംസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ a റൈസ് ടു m the whole raised to n. a raised to mn 2 into 20. ഇനി നമുക്ക് പറയാമല്ലോ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 40 plus 1. നമ്പർ ഓഫ് ടേംസ് find d by dx of sin x minus cos x ഏത് റൂൾ വരും? കോഷ്യൻ റൂൾ അല്ലേ? കോഷ്യൻ റൂൾ എന്താ? d by dx of f of x by g of x. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അതാണ് എഫ് ഡാഷ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇവിടെ ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇവിടെ മൈനസ് ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻറ്റു
d by dx of sin x minus cos x minus numerator into derivative of denominator whole divided by denominator square. ലാസ്റ്റ് വരെ ഇതങ്ങനെ ഇട്ടാൽ മതി, എക്സ്പാൻഡ് ഒന്നും ചെയ്യണ്ട. sin x plus cos x into derivative of sin x cos x. cos x minus sin x minus into minus plus minus numerator into sin x minus cos x. Derivative of sin x cos x minus sin x by denominator square. a plus b the whole square വരും അല്ലേ, a square plus b square plus 2ab. The sin x into cos x minus sin squared x minus cos squared x minus into minus plus. sin squared a plus cos squared a എന്താ 1. minus sin square minus cos square minus within the bracket sin squared x plus cos squared x 1 minus into minus plus 1 2 sin x cos x outside minus ഉണ്ട്. by അടുത്ത വീഡിയോയിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. കുട്ടികളൊക്കെ കുറച്ച് കുട്ടികളെങ്കിലും കാണുന്നുണ്ട്, ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ കമൻ്റൊക്കെ ഇടുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ല നല്ല കമൻറ്റുകളാണ്. എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.